കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. എഴുന്നേറ്റ് എനിക്ക് തരുവാൻ കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് നമ്മളിവിടെ വായിപ്പെന്നൊക്കെ വേണം ഇടവന്നത്. നമ്മളത് ശ്രദ്ധിക്കണം. 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്നവനോട് പറഞ്ഞു. എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിക്കുവിൻ. ആ ഭാഗം നമുക്ക് അവർക്ക് അറിയാം. അപ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ട ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ രൂപമയാണ് നമ്മളിവിടെ വായിച്ചത്. ആർക്കാണ് മറുപടി കൊടുക്കുക? ഇവിടെ പറയുന്നത് ഒരു സ്നേഹിതൻ, നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ട്. എൻ്റെ വീട്ടിലൊരാൾ വന്നു, എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് രാത്രിയാണ് ശ്രാദ്ധം. അവിടെ ചെന്ന് എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ വീട്ടിൽ വന്നയാളിന് കൊടുക്കാൻ അപ്പമില്ല, ശ്രാദ്ധം. എന്നാൽ ആ സ്നേഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കതക് അടച്ചിരിക്കുന്ന രാത്രിയാണ്, കതക് തുറക്കാൻ പ്രയാസം എന്നുള്ള രീതിയിലാണ് ടോക്ക്. അങ്ങനെയാണ് അല്ലേ? അത് മാത്രമല്ല, പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രോത്രം, എനിക്ക് നിനക്ക് തരാൻ പ്രയാസമാണ്, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പിള്ളേർ എന്നോടൊപ്പം ഉറങ്ങുകയാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. പക്ഷേ ഈ പോയ ഞാൻ ഉദാഹരണമാക്കി നമ്മൾ അതിനെ ചിന്തിക്കുക. സ്തോത്രം. ഈ പോയ ഞാൻ പിന്നെയും അവൻ എന്ത് ചെയ്യുകയാണ്? ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ടും സ്നേഹിതനാകൊണ്ടും, മുട്ടയാൽ മാത്രം പോരാ, സ്നേഹിതനാകൊണ്ട്, സ്തോത്രം, അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം എനിക്ക് ഈ അപ്പം തരുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം, അല്ലേ? അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് മറുപടി വരണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു നമ്മുടെ സ്നേഹിതനായി മാറണം. അതാണ് അതിനകത്തുള്ള ആഴമെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഒരു ദൈവഭക്തനെ കുറിച്ച് പറയുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്നാണ്. ആരെന്ന് നമുക്കറിയാം, അബ്രഹാം, അല്ലേ? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥനകളിൽ, അവനോടുള്ള ബന്ധത്തിലൊക്കെ താമസിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ദൈവം ചെയ്യാതിരുന്നിട്ടില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. നീ യേശുവിൻ്റെ സ്നേഹിതനാണോ? സ്തോത്ര. നീ രാത്രി ദൈവത്തിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്ത് ചോദിച്ചാലും യേശു നോ പറയത്തില്ല. വേണ്ടുന്നിടത്തോളം അത് നൽകിത്തരാൻ ദൈവം ശക്തനാണ്. 2 കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 1, ലജ്ജ കൂടാതെ മുട്ടണം. 2, സ്തോത്രം, നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതനായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം. ചില സ്നേഹിതന്മാർ ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? ഒരു പ്രയാസഘട്ടം വരുമ്പോൾ പല സ്നേഹബന്ധങ്ങളും നമ്മളെ വിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഏറ്റവും നല്ല സ്നേഹിതനാണെങ്കിൽ, ഏറ്റവും ഉറ്റ സ്നേഹിതനാണെങ്കിൽ, നമുക്കൊരു പ്രയാസഘട്ടം വരുമ്പോൾ ഒരു പക്ഷേ ആദ്യം നോ പറഞ്ഞാൽ പിന്നത്തേതിൽ സ്തോത്രം അത് ചെയ്തു തരാൻ അവൻ മനസ്സ് കാണിക്കും എന്നുള്ളത് പോലെയാണ്. ഒരു പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും നമ്മൾ പിന്നെയും ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, എനിക്കത് ചെയ്യണേ, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടണേ എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, 1, കർത്താവിൻ്റെ സ്നേഹിതനാകുക. 2, ലജ്ജ കൂടാതെ മുട്ടുക. എന്നാൽ വിടുതലുകൾ സംഭവിക്കും, അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകുടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും, അത്ഭുതങ്ങളെ സ്വർഗം ചെയ്താണ്. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.